പിന്നുണ്ടല്ലോ ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ തുടക്കം തൊട്ട് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇന്ന് രാവിലെ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് ഞാനെന്താ കുട്ടികളെ 4 ഹൗസസായിട്ട് തിരിക്കാനുണ്ടായിരുന്നു. 4 ഹൗസസായിട്ട് തിരിക്കാനല്ല, ഓൾറെഡി ഓരോ ഹൗസസിലാണ്. അപ്പോൾ അവരുടെ പേര് ആ 4 ഹൗസസായിട്ട് ഡിവൈഡ് ചെയ്യാൻ, പിന്നെ പുതുതായിട്ട് വന്ന കുട്ടികളുടെ പേരെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനാൻ പോയി. ചോറും കറി അല്ലാണ്ട് റൊട്ടി ഉണ്ടായിരുന്നു, റൊട്ടിയും കഴിച്ചു. അതിനൊന്നും ഒരു മുടക്കവും ഇല്ല കേട്ടോ, നല്ലോണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. കുറച്ച് പേര് ഹോസ്റ്റലേഴ്സ് ഉണ്ട്, അല്ലാണ്ട് ആരുമില്ല. പിന്നെ നമ്മളെ പുതിയ ടീച്ചറെ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് ഗ്രൂപ്പിൽ ആഡ് ആക്കാനൊക്കെ പറഞ്ഞു. ആളുടെ നമ്പർക്ക് പകരം വേറെ നമ്പറായിരുന്നു ആഡ് ആക്കി. അതാണ് ആൾ ഇതുവരെ ഗ്രൂപ്പിൽ വരാൻ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലെത്തി കുട്ടികളോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ എനിക്കിന്ന് ഗിഫ്റ്റ് ഇട്ടൊരു മിഠായി കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മളെ പ്രിൻസിപ്പൾ ഞാൻ പറയല്ലോ ദർശ്, ഓൻ്റെ കൂടെ ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ്. ഇത് കണ്ടാൽ ഞാൻ ആ കോച്ചിങ് കൊടുക്കുന്നതെന്ന് തോന്നുമെങ്കിലും ആൾ എനിക്ക് കോച്ചിങ് തന്നാട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നോക്ക്, ഞാനിത് കുറേ ട്രൈ ചെയ്ത്, പക്ഷേ ഞാനറിയുന്നൊന്നും ആ ബാസ്ക്കറ്റിൽ വീഴുന്നില്ല. എന്താണാവോ. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഒഴിവാക്കിട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബാസ്ക്കറ്റ് ബോൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ബാസ്ക്കറ്റ് ബോളിൻ്റെ പരിസരത്തോട്ട് ഞാൻ പോവില്ല. എന്തൊരു പണിയാണെന്നറിയോ ഇതൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് ഇടണമല്ലോ. എൻ്റെ അമ്മ, ഞാൻ കുറേ ശ്രമിച്ചു. പിന്നെ പതിവ് പോലെ ഞങ്ങൾ ഇന്ന് സ്വീറ്റ് കോൺ വാങ്ങാൻ പോയി. സ്വീറ്റ് കോൺ കഴിച്ചു. പിന്നെ സ്വീറ്റ് കോണൊക്കെ കഴിച്ച് ഇവിടെ ബെഞ്ചിലിരുന്ന് കുറച്ച് നേരം ഈ കുട്ടികൾ എന്തൊക്കെയാണ് കളിക്കുന്നതെന്നൊക്കെ നോക്കിയിരുന്ന്. അത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ.